ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. പഞ്ചസാര 3 ടേബിൾ സ്പൂൺ എന്നത് 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറുകി കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ടിന്നിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലുക്ക് നോക്കണ്ട, അടിപൊളി ടേസ്റ്റാണ്.